ഹായ് ഒരുവൻ റിനിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിന് നാട്ടുകാർ കൊടുത്ത മറുപടി നിങ്ങൾ കേൾക്കണം. ആ വീഡിയോ റിനി അപ്ലോഡ് ചെയ്തതിന് ശേഷം റിനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കല്ലേറും തെറിയുമാണ് കിട്ടുന്നത്. അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പ് ഞാൻ സൈഡിൽ വെച്ച് തരാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഈ ഒരു കോണ്ടന്റ് ചെയ്തതുകൊണ്ട് ഒരുപക്ഷെ നാളെ എനിക്ക് കേസ് വരാൻ സാധ്യതയുണ്ട്. കേസ് വന്നാൽ ആണുങ്ങൾക്കാണ് കോടതിയും പോലീസ് സ്റ്റേഷനും ഉള്ളത്. ഞാൻ ഒരാളെ കൊന്നിട്ടൊന്നുമല്ല പോകുന്നത്. റിനി കാണിക്കുന്ന നെറികേട്, വൃത്തികേട് ഇനിയും ഞാൻ വിളിച്ച് പറയുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഒന്ന് റിനിയുടെ വീഡിയോയും നാട്ടുകാർ പറയുന്ന കാര്യവും. റിനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനുള്ള റീപ്ലൈയും ഞാൻ കൊടുക്കാം. അതിനുശേഷം ഒരു കുഞ്ഞു പൈതലിനെ ചൂട് തിളക്കുന്ന ഓയിലിലേക്ക്, അതായത് തിളക്കുന്ന എണ്ണയിലേക്ക് ഇടുകയാണ് എന്തോ ഒരു ആചാരമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം ഇന്നലെ കാസർഗോഡിലേക്ക് വേടൻ വന്നത് വലിയ വിവാദമാണ്, വലിയ പ്രശ്നമാണ്. എന്താണ് സംഭവമെന്ന് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അപ്പോൾ ആദ്യം റിനിയുടെ ഏറ്റവും അവസാനം വന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഓക്കെ, വീഡിയോ നിങ്ങൾ കണ്ടു. ഇനി നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഓക്കെ, അയ്യോ ഇത് ഇലക്ഷൻ സമയത്ത് മാത്രം ഗർഭം കൊണ്ടുവരുന്ന ആൻറ്റിയല്ലേ, ഗർഭ ആൻറ്റി. ഇത് ഞാനല്ല റിനി പറയുന്നത്, ഒരു സാധാരണക്കാരായ പ്രേക്ഷകനാണ് കമന്റ് ഇട്ടത്. 327 ലൈക്കാണ് ആ ഒരു കമന്റിന് കിട്ടിയത്. അടുത്ത കമന്റ്, ഇലക്ഷൻ ബോംബ് പടക്കം ഏതാ ഈ പുതിയ കോളനി വാണം. ഞാൻ മലയാളം വായിക്കുമ്പോൾ ചില പ്രശ്നം ഉണ്ടാവും, കാരണം ഞാൻ കന്നഡ പഠിച്ച ഒരാളാണ്, മലയാളം കണ്ടു പഠിച്ച ഒരാളാണ്. ഓക്കെ, സ്കൂളിലൊന്നും പോവാതെ. ഓക്കെ, ഇവളന്മാരൊക്കെ പൊക്കി നടക്കുന്ന സഖാക്കളുടെ അവസ്ഥയാണ് കഷ്ടം. അടുത്ത ഇറങ്ങി ആർക്കോ പണി വരുന്നുണ്ട്, പോയി പൊഴുത്ത് ചാവടി നായിൻ്റെ മോളെ. എന്തൊക്കെ കമൻ്റാണ്, ഒരു കമൻറ്റ് പോലും പോസിറ്റീവ് ഇല്ല. റിനി ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കമൻറ്റ് പോലും ഇല്ല. ഓക്കെ, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അടുത്ത ഇലക്ഷൻ ഉടനെ ഉണ്ട്, യുവ MLA ഒന്ന് ജാഗ്രത. അല്ലെങ്കിലും മുഖ സൗന്ദര്യം അല്ലെങ്കിൽ ശാരീരിക സൗന്ദര്യം ഇത് രണ്ടും ഇല്ലാത്തവളാണ് ഇവൾ. മറ്റുള്ളവരെ പീഡന കേസ് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയ പൂമോളെന്നാണ്. അതായത് കുറേ പേര് എന്തൊക്കെയോ കമൻ്റാണ്, വൃത്തികേടാണ്, തന്തക്ക് വിളിക്കുന്നുണ്ട്, തള്ളക്ക് വിളിക്കുന്നുണ്ട്, ഒരൊറ്റ കമൻറ്റും ഇല്ല. എന്തുകൊണ്ടാണ് റിനി? നിന്റെ സ്വഭാവം കൊണ്ടാണ്. നീ അങ്ങനെ പോസ്റ്റ് ചെയ്തത് കൊണ്ടല്ല. ഈ ലോകത്ത്, ഈ നാട്ടിൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് ധരിക്കാം. അത് തേട്ടിൻ്റെ ധരിക്കാതിരിക്കുക, അത് എല്ലാവരുടെ ഇഷ്ടമാണ്. അത് ഞാൻ അതിനൊന്നും പറയുന്നില്ല. പക്ഷേ നടിമാർക്ക്, അതായത് കുറേ ആക്ട്രസ്മാരൊക്കെ ഇതിനപ്പുറത്തെ രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നതാണ്. ആർക്കും ഇങ്ങനെ കമൻറ്റ് വരുന്നില്ല. കാരണം എന്താണ്? നിനക്ക് മാത്രം വരാൻ കാരണം എന്താണ്? അത് നീ തന്നെ ചിന്തിക്കണം റിനി. അതായത് റിനിയോട് ഒരു കാര്യം പറയുകയാണ്, നിന്നെ ഒരാൾ എന്തെങ്കിലും മോശമായിട്ട് നിനക്ക് മെസ്സേജ് അയച്ചു എന്ന് ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പരാതിയാണ് കൊടുക്കേണ്ടത്, അല്ലാതെ മീഡിയാസിൽ വന്ന് കലക്കേണ്ടതല്ല, അവരുടെ കരിയർ ഇല്ലാതാക്കേണ്ടതല്ല അല്ല റിനി. ഓക്കെ, അപ്പോൾ നമുക്ക് റിനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, റിനിക്കുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, ഒരു സ്ത്രീ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ സമൂഹം എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സ്ത്രീ ഒരു പ്രശ്നം പറഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ ഒരു സൈബർ അറ്റാക്ക് ആരംഭിക്കുകയാണ്. പലയിടത്തു നിന്നും അവർ മാറ്റി നിർത്തപ്പെടും. അപ്പോൾ ഇരയാക്കപ്പെടുന്ന സ്ത്രീ വീണ്ടും വീണ്ടും അപമാനിതയാവുകയും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ ആളുകൾ പറയുന്നത് പേര് പറഞ്ഞൂടെ, പരാതി കൊടുത്തൂടെ എന്നൊക്കെ സിമ്പിളായിട്ട് പറയും. പക്ഷെ അത് സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ സ്ത്രീ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഭയാനകമായ രീതിയിലാണ്. അത് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. എന്ത് പ്രശ്നമാണ് റിനി? അതായത് രാഹുലിനെതിരെ ഒരു കേസ് വന്നു, ആ പെണ്ണിൻ്റെ പേര് വന്നോ, ആ പെണ്ണിൻ്റെ അഡ്രസ്സ് വന്നോ, ആ പെണ്ണിൻ്റെ എന്തെങ്കിലും ഒന്ന് വന്നോ റിനി? എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതമല്ലേ ഇല്ലാതായത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ് അല്ലേ ഇങ്ങനെ വെച്ചത് ന്യൂസിൽ? അതിജീവിത എന്ന് മാത്രമല്ലേ പറഞ്ഞത്? അതായത് ഇപ്പോൾ എനിക്കെതിരെ ഒരു പെണ്ണ് നാളെ കള്ളപ്പരാതി കൊടുക്കുകയാണെങ്കിൽ അവളുടെ ഒരു മണ്ണാങ്കട്ടയും വരുന്നില്ല, എൻ്റെ മാത്രമാണ് വരുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു പോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കമോഡിറ്റി പോലെ കാണുമ്പോൾ അവളുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റി എന്നൊരു തോന്നൽ പോലും അവളുടെ വില പോവും, അവൾ ഇതാവും. ഷെയിം അസോസിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഷെയിം അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് എനിക്കെന്തോ നഷ്ടപ്പെട്ടു, എന്തോ പോയി എന്നൊക്കെ ഉള്ളൊരു ഫീൽ വരുമ്പോൾ സ്ത്രീകൾക്കത് തുറന്നു പറയാനുള്ള ഒരു മടി വരികയാണ്. അത് സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ സമൂഹം സ്ത്രീയെ മാറ്റി നിർത്താൻ ശ്രമിക്കും. പിന്നെ അതൊരു ഇതിലേക്ക് കൊണ്ടുവന്നാൽ പോലും പിന്നെയും അതിനെ ചൊല്ലിയുള്ള കാര്യങ്ങളുണ്ടാവും. എന്തെന്നാണ് റിനി പറയുന്നത്? ഇത്തിരി എങ്കിലും ബോധമുണ്ടോ റിനി? കുടിച്ചിട്ടാണോ? ഞാൻ അങ്ങനെ തന്നെ റിനിയോട് ചോദിക്കുകയാണ്. കാരണം
അതായത് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ പോലീസ് ഇടപെടുകയാണ്. അതിപ്പോൾ RSS ഭരിക്കുന്ന സംസ്ഥാനമാകട്ടെ, ആര് ഭരിക്കുന്ന ഏത് കണ്ണിൽ ചോരയില്ലാത്ത പോലീസ് സാറുമാരാകട്ടെ, ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ഇത്തിരി പ്രശ്നമായാൽ അപ്പോൾ ഓടി പോകുന്നുണ്ട്. ഇവിടെ റിണി പറയുകയാണ് അങ്ങനെയൊന്നും ഇല്ലെന്ന്. നാണമുണ്ടോ റിണി ഇങ്ങനെ പച്ചക്കളവ് പറയാം? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മാതിരിയുള്ള ഒരു അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവരൊരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തേക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടായ പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നം അവർ നേരിടേണ്ടി വരും. അവർ വലിച്ചു കീറും എന്നുള്ളൊരു പ്രശ്നം അവർ നേരിടുന്നുണ്ട്. അവരുടെ ജീവിതം അവിടെ തീർന്നു പോകുന്നു, ജീവിതം അവിടെ തീർന്നു പോകുന്നു. അത് ഞാൻ പറയുന്നത് ഈ സ്ത്രീകളോട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അതെന്ന് ഞാൻ പറയും. അതായത് നമ്മൾ ഒരു സ്ത്രീയുടെ മാനം അഭിമാനം വെച്ചുകൊണ്ട് അവളെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ ഷെയിം ചെയ്യുന്ന ഒരു രീതിയിൽ സമൂഹം ചിന്തിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് ഇത് ആരോടും തുറന്നു പറയാൻ പറ്റാത്തത്. അതായത് പെൺകുട്ടികൾക്ക് നോർമലി സ്വന്തം വീട്ടിൽ പോലും ഇത് തുറന്നു പറയാൻ പറ്റില്ല. അതായത് രണ്ടുപേര് കാരണം ഉണ്ടായ ഒരു പ്രശ്നത്തെ പോലും സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ സമൂഹത്തിലുള്ളത്. അപ്പൊ ഈ പ്രശ്നം എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് തുറന്നു പറയാനുള്ള, അപ്പൊ നമ്മൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. എന്ത് പൊട്ടത്തരമാണ് റിനി പറയുന്നത്? അതായത് സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ വിവാദമാവുന്നുണ്ട്, കുറേ പേര് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, കുറേ പേര് ട്രോളുന്നുണ്ട്. ആരാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂളത്തിനൊരു ആരോപണം വന്നപ്പോൾ അവളെ അതിജീവിത എന്നല്ലാതെ വേറെ ആരെങ്കിലും വിളിച്ചിരുന്നു? അവളോട് എന്തെങ്കിലും ഒരു ഫോട്ടോ വന്നിട്ടുണ്ടോ? എന്തിനു വേണം? നടിയെ ആക്രമിച്ച കേസ്, ദിലീപിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആ നടിയുടെ അടക്കം എന്തെങ്കിലും ഒരു പേര് വന്നിട്ടുണ്ടോ ഇപ്പോഴും? അതായത് ആ നടി ആരെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു 15% വരുന്ന ആൾക്കാർക്ക് ആ നടി ആരെന്ന് പോലും നിലവിൽ പോലും അറിയില്ല. അതായത് ആ നടിയുടെ പേര് നിലവിൽ അറിയാൻ കാരണം നടി തന്നെ രംഗത്ത് വന്നതുകൊണ്ടാണ്. നടിയുടെ സോഷ്യൽ മീഡിയയിൽ നടി അനുഭവിച്ച കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതുകൊണ്ടാണ് നടിയെ ചിലർക്കെങ്കിലും അറിയുന്നത്. അത് 10 വർഷമായ കേസിൽ നിലവിൽ 15% വരുന്ന ആൾക്കാർക്ക് പോലും നടിയാരെന്ന് അറിയില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾക്ക്, അതായത് ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളാണ്, നല്ല റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ റിനി പറയുന്നത് തെറ്റാണ്. ഈ വീഡിയോ സ്ത്രീകൾ കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് ഉറപ്പായിട്ടും VD സതീശനായിരിക്കും. ജെനുവിൻ പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഏതൊരു അവസ്ഥയിലും പുള്ളിക്ക് തന്നെ പ്രശ്നം വരുന്ന ഒരു അവസ്ഥയിൽ പോലും ശരിയുടെ കൂടെ നിൽക്കാനുള്ള ഒരു മനസ്സ് ഉണ്ട്. അതൊരു ജെനുവിനിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് അദ്ദേഹത്തെ തോന്നി. എന്തിനാണ് രാഹുലിന്റെ ജീവിതം ഇല്ലാതാക്കി? ഇനി VD സതീശന്റെ പേര് പറഞ്ഞിട്ട് 4 വോട്ട് എങ്ങനെയെങ്കിലും VD സതീശന് കുറക്കണം. അതായത് റിനി ഇപ്പോൾ ആരെ പൊക്കി പറഞ്ഞാലും അവർ ശത്രുക്കളാണ്. ജനങ്ങൾ അങ്ങനെയാണ്, റിനീനെ കാണുന്നത് അങ്ങനെയാണ്. റിനി പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. ഇത് ഞാനല്ല പറയുന്നത്. കമന്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ മതി, റിനിയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ റിനിയുടെ വീഡിയോ ഇടുന്ന ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമന്റ് ബോക്സ് നോക്കിയാൽ മതി, എൻ്റെ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് ബോക്സ് നോക്കിയാൽ മതി. അതായത് ഇവൾ പച്ചക്കളവാണ് വിളിച്ച് പറയുന്നത്. VD സതീശൻ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണം ഇവൾക്ക്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ പറയുന്നത് ഇന്ന പാർട്ടി ഇന്നതെന്നുള്ളതല്ല, എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണം. ഇപ്പം ഏത് മേഖലയും ഇന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കോളേജ്, ആ കോളേജിൽ ഒരു അധ്യാപകൻ ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയ അപ്പോഴേക്കും അത് മൂടി വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. കോളേജിന് മോശപ്പേരാകും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ കോളേജിൽ വരുന്ന എല്ലാ അധ്യാപകരും നല്ല ക്യാരക്ടർ ആയിരിക്കണം എന്ന് കോളേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അയാളുടെ ക്യാരക്ടർ മോശമാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോഴേക്കും അത് ആ കോളേജിന് ചീത്തപ്പേരാകുമെന്ന് പറഞ്ഞത് മൂടി വയ്ക്കുകയാണ്. ആ രീതി കൊള്ളില്ല. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുള്ളൊരു വ്യക്തി ഒരു മോശം സ്വഭാവം കാണിച്ചാൽ നമ്മളത് തിരുത്താൻ ശ്രമിക്കണം. അല്ലാതെ പുറത്തുള്ളവർ എന്ത് വിചാരിക്കും, നമ്മുടെ ഫാമിലി മോശമെന്ന് വിചാരിക്കും, അങ്ങനെ ചിന്തിക്കരുത്. അധ്യാപകർ, നിന്നെ ഏതെങ്കിലും അധ്യാപക അങ്ങനെ ആയിട്ട് കണ്ടിട്ടുണ്ടോ? എന്തിനാണ് റിനി പച്ചക്കളവ് പറയുന്നത്? അവരൊക്കെ എല്ലാ അധ്യാപകരും കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് രാവിലെ 8:30 മണിക്ക് കുളിച്ച് റെഡിയായിട്ട് 5 മണിയോളം ഒരു കോളേജിൽ പഠിപ്പിക്കുന്നത്. സ്വന്തം കുടുംബത്തിനെ പട്ടിണി എന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവരടക്കം കുറ്റം പറയുകയാണ്. എല്ലാ അധ്യാപകരും നല്ലവരെന്ന് പറയുന്നത് 1-2 ഉണ്ട്. പക്ഷേ ഇവളെന്താണ് ഇത്ര വൃത്തികേട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് വിളിച്ച് പറയുന്നത്? ഓക്കെ, ബാക്കിയും കൂടി കിടന്നു നോക്കാം. അത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയുണ്ടായി, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നൊരു വെളിപ്പെടുത്തലാണ് ഞാൻ നടത്തിയത്. പക്ഷെ ആ വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴും ഞാൻ പേര് പറയുകയോ ഏത് പ്രസ്ഥാനത്തിൽ നിന്നുള്ള ആളാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെയും ഞാൻ ആ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയായി ബന്ധപ്പെട്ട് ഒരു ചാനൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വിടുകയും അതിൻ്റെ ഭാഗമായി അയാൾക്കെതിരെ ആ പ്രസ്ഥാനത്തിൽ നിന്നുള്ള ചില മുതിർന്ന നേതാക്കന്മാർ കൂടി ആലോചിച്ച് അവരുടെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികളെടുത്തു എന്നാണ് എൻ്റെ അറിവ്. എന്താണല്ലേ എന്ത് പറയുന്നത്? ഇവർക്ക് തന്നെ ബോധം. ഞാൻ എന്തിനാണ് ഇത്രയധികം റിയാക്ട് ചെയ്തത്? എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് പറഞ്ഞതാണ്, ബ്രോ ഇതൊന്ന് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ബയോയിലുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യണമെങ്കിൽ അതിൽ വന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഒരു പിഞ്ചോമന പൈതലിനെ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാം. പിഞ്ചോമന പൈതലിനെ ഓയിലിലേക്ക് ഇടുകയാണ്, ചുട്ട ഓയിലിലേക്ക് ഇടുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. ഓക്കെ,
എന്താണ് ഈ കാണിക്കണേ വിശ്വാസത്തിന്റെ പേരില്? എന്നാ കുറച്ച് മൈദപ്പൊടി അരിപ്പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ കാലുമ്പോ പരട്ടിയിട്ട് കുഞ്ഞിക്കാൽ ഫ്രൈ എടുത്താ ഉണ്ടാക്കിക്കോടാ. ആ കുട്ടിയുടെ കാലം ഇങ്ങനെ തിളച്ച വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് വിശ്വാസക്കാവാ. ഇങ്ങനത്തെ വിശ്വാസങ്ങളെല്ലാം വേണ്ടത്. എന്താണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം? ഇതിലെന്താണ്? തിളച്ച എണ്ണയിലേക്ക് കുട്ടിയുടെ കാല് മുക്കിയിട്ട് എന്ത് വിശ്വാസം? എന്തിന്റെ പേരില്? ആ കുട്ടി വളർന്നു വരുമ്പോ എന്താവണമെന്ന് വെച്ചിട്ടാണ് അത് പൊള്ളിയിട്ട് അതിന്റെ കാല് ചെറുപ്പത്തില് അതിന് ഇങ്ങനത്തെ ഓരോന്നാണ് നിങ്ങളെ തലയിലേക്ക് കയറ്റി കൊടുക്കണത്. വിശ്വസിക്കണ്ടെന്നല്ല പറയണത്. എല്ലാവർക്കും ഉണ്ട് വിശ്വാസങ്ങൾ. ഇതേപോലത്തെ അന്ധവിശ്വാസങ്ങളിൽ പോയി പെടരുത്. അതിനൊക്കെ ഒരു പരിധിയില്ലേ? മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥാപാത്രമാക്കി കൊടുക്കരുത്. ആ കുട്ടിയൊക്കെ വളർന്നു വരേണ്ട ഒരു കുട്ടിയല്ലേ? അവനെ നല്ല രീതിയിൽ വിശ്വസിക്കാൻ, അവന്റെ യുക്തിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ ബുദ്ധി വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് വിശ്വസിക്കാനും പെരുമാറാനും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. മാതാപിതാക്കള് അവനൊരു നല്ല രീതിയിൽ ജീവിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ തളച്ചെണ്ണയിൽ അതിൻ്റെ ആ കുട്ടിയുടെ കാല് കൊണ്ടുപോയി മുക്കിയിട്ടല്ല അവന്റെ ജീവിതം നല്ലതാക്കേണ്ടത്. അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അവൻ ആ വിദ്യാഭ്യാസത്തിലൂടെ ഒരു ജോലി നേടട്ടെ. അതിൽ അന്ധവിശ്വാസം ഉണ്ടാക്കലല്ല. മോയന്താളെ എരപ്പ ജാതികളെ. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ചതറ. എന്തായാലും അതായത് പയ്യൻ പറഞ്ഞത് ഞാൻ പേഴ്സണലി പറയുകയാണ്, ഇതൊക്കെ തെറ്റാണ്. ഇപ്പം മുസ്ലിം മതത്തിലായാലും ക്രിസ്ത്യനിലായാലും ഹിന്ദുവിലായാലും ഇങ്ങനെ അത്ര അന്ധവിശ്വാസങ്ങളാണുള്ളത്. സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ എന്തോ ഒരു ബലി കൊടുക്കുന്നത് എന്തോ പരിപാടി ഉണ്ട്. മുസ്ലിം വിഭാഗത്തിലുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ ഞാൻ പറയുന്നില്ല. അതായത് വലിയ തങ്ങൾ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ കണക്ക് ചോദിക്കാൻ പോകുന്നത് ഭർത്താവിന് പണിയില്ലെങ്കിൽ ചങ്ങായി ഇരുന്നിട്ട് പറയുകയാണ് അടുത്ത ആഴ്ച എല്ലാ ആഴ്ച ഒരു കുപ്പിയുടെ ഇസ്മോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പോക്കിന് 500 പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു 25 വട്ടം പോകുന്നുണ്ട്. ഭർത്താവിന് പണി കിട്ടുന്നതിൽ ഒരു മണ്ണാങ്കട്ടയും കിട്ടുന്നുണ്ട്. എല്ലാ മതത്തിലുണ്ട് ഇങ്ങനത്തെ മണ്ണാങ്കട്ടകൾ. അപ്പം ഞാൻ പറയുകയാണ് നിങ്ങളോട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നല്ല രീതിയിൽ പണിയെടുക്കണം. നല്ല രീതിയിൽ പണിയെടുക്കൂ നിങ്ങൾ. അല്ലെങ്കിൽ കുറച്ച് പൈസ എങ്ങനെയെങ്കിലും സേവ് ആക്കി വെക്കാൻ പഠിക്കും. എന്നെങ്കിലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അല്ലാതെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ പട്ടിണി പോകാൻ പറ്റുമല്ലോ. ഓക്കെ, നല്ല രീതിയിൽ പണിയെടുക്കണം. അപ്പോൾ ഇന്നലെ കാസർഗോഡിൽ വാർഡൻ വന്നത് വലിയ വിവാദമാണ്. ഒരാൾ മരിച്ചു, എന്തൊക്കെയോ പ്രശ്നമായി. ഞാൻ പറയുന്നില്ല, ഹെൽനോസ് പാട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിലൊക്കെ ഒന്ന് കേട്ട് നോക്കാം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയി സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ നേരെ ബേക്കൽ ഫെസ്റ്റില് വേടന്റെ പരിപാടി കണ്ട് ഇറങ്ങുകയാണ്. അപ്പൊ ഇപ്പോഴാണ് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നത്, നമ്മുടെ റെയിൽവേ പാളം മുറിച്ച് കടക്കുന്നതിന്റെ ഇടയിൽ ഒരാൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്, ഹോസ്പിറ്റലിലാണ് എന്നുള്ളത്. ആ ഒരു ന്യൂസ് ക്ലിപ്പ് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കാസർഗോഡ് ബേക്കലിൽ റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റു. ബേക്കൽ ബീച്ച് ഫെസ്റ്റിനിടെയാണ് അപകടം. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ പരിപാടിക്ക് സമീപം റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ യുവാവിനെ ട്രെയിൻ തട്ടി. അരുൺ പൂപ്പറമ്പ് നൽകും വിശദാംശങ്ങൾ. അരുൺ, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ഈ പരിക്ക് ഗുരുതരമാണോ? കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആശുപത്രിയിലാണെന്ന് അറിയുന്നു. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല പരിപാടി? ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് വേടന്റെ സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. അതിനിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. നിരവധി പേരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ പരിപാടി നിശ്ചയിച്ചതിൽ നിന്നും ഏറെ വൈകി. ആൾക്കാർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക്, സംഘാടകർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് ആയിരങ്ങൾ ഈ ബേക്കൽ തീരത്തേക്ക് വേടന്റെ സംഗീത പരിപാടി കാണുന്നതിന് വേണ്ടി എത്തി. പല ഗേറ്റുകളിലും നേരത്തെ നിശ്ചയിച്ചതിന് അപ്പുറത്തേക്ക് ആൾക്കാർ ഇടിച്ചു കയറുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനിടെയാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികൾ ഉൾപ്പെടെ ഇതിൽ അകപ്പെട്ടു പോയത്. പലർക്കും കുഴഞ്ഞു വീഴുകയും ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്നതിന്റെ ഭാഗമായിട്ടാണ് വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിനിടെ ഈ സംഗീത പരിപാടി കാണാനെത്തിയ മറ്റൊരു യുവാവ് ഈ റെയിൽവേ പാളം, അതായത് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് തൊട്ട് സമീപം റെയിൽവേ ട്രാക്ക് ഉണ്ട്. അവിടെ ഈ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടുകയും ആ യുവാവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തൊട്ടപ്പുറം തന്നെ ഈ പരിപാടിയുടെ സുരക്ഷാ ആവശ്യങ്ങൾക്കായി പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് ഇതറിഞ്ഞ് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് അപകടമുണ്ടായത്. റാപ്പർ വേടന്റെ സംഗീത നിശയ്ക്കിടെയാണ് തിക്കിലും തിരക്കിലും പെട്ടിപ്പോൾ നിരവധി പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.
എന്ത് തന്നെയായാലും പരിക്ക് പറ്റിയ ആൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. അതല്ല എനിക്കിവിടെ പറയാനുള്ളത്. ഓൾറെഡി ഈ ബേക്കൽ ഫെസ്റ്റിന്റെ ഓർഗനൈസേഴ്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് കുട്ടികളെയും കൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് വരരുത് എന്നുള്ളത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം വേടന്റെ ഫാൻസ് ഫോളോയിങ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് വിചാരിക്കുന്നതിലും അധികം ആൾക്കാർ എത്തുമെന്നുള്ള നല്ല ബോധ്യം ഉള്ളത് കൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് കുട്ടികളെയും കൊണ്ട് ദയവ് ചെയ്തിട്ട് ആ ഒരു പരിപാടിക്ക് വരരുത് എന്നുള്ളത്. ഞാൻ ഈ കുട്ടികളെ അമ്മമാരെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ലേശം ബുദ്ധി വിവരമൊന്നുമില്ലേ? നിങ്ങൾ പിന്നെ ഈ പ്രസവ വേദനയും അല്ലെങ്കിൽ പ്രസവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെയാണല്ലോ അവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് ഇപ്പം ഈ ന്യൂസിൽ വന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടികൾക്ക് പരിക്ക് എങ്ങനെ പരിക്കില്ലാണ്ടിരിക്കും? കുറച്ച് മൂണയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിക്ക് പോവോ? സീരിയസ്ലി ഇതില് ഈ ബേക്കൽ ഫെസ്റ്റിന്റെ ഓർഗനൈസേഴ്സിനെ നമുക്ക് 1% പോലും കുറ്റം പറയാൻ പറ്റില്ല. ഇവർ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഈ ഒരു സാധനം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ മക്കളെയും കൊണ്ട് ഈ ഒരു പരിപാടി കാണാൻ വരരുത് എന്നുള്ളത്. കുട്ടികൾക്ക് അപകടം പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും എന്താ പറയാ തോന്നിയാസം കൊണ്ടൊന്നും മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാസർഗോഡിൽ നടന്നത്. ഓക്കെ, ഞാൻ ഹെൽനോസ് പാട്ട പറഞ്ഞ് പിന്നെന്തിനാണ് ഞാൻ പറയുന്നത് വെച്ചിട്ടാണ് ഫുള്ള് വെച്ചത്. അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ ഇടം വരാം.